സ്വന്തം മകനെ IS പോലുള്ള ഒരു ഭീകര സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന അമ്മമാരുണ്ടാകുമോ? ആലോചിക്കാൻ പോലും കഴിയില്ല നമുക്കല്ലേ. എന്നാൽ അത്തരത്തിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് അങ്ങ് സിറിയയിലോ ഒന്നുമല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ്. ആ സ്ത്രീ തന്റെ ആൺ സുഹൃത്തിനെയും ഒപ്പം കൂട്ടി സ്വന്തം മകനായിട്ടുള്ള 15 വയസ്സുകാരനെയാണ് പ്രേരിപ്പിച്ചത്, നീ ISൽ ചേരുക. UAP ചുമത്തിയ കേസിൽ അതിന്റെ FIR ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. 2021 നവംബർ മുതൽ 2025 ജൂലൈ 31 വരെയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. എന്താണെങ്കിലും ഈ കേസ് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് 2025 നവംബർ 14 ദിവസങ്ങൾ മാത്രം മുമ്പ്. യുവതിയും ഭർത്താവും മകനും 2021 മുതൽ UK-യിലായിരുന്നു. ഈ യുവതിയും ഭർത്താവും ഒപ്പം ഈ മകനും. അപ്പോൾ നെടുമങ്ങാട് സ്വദേശിനിയാണ് ഈ സ്ത്രീ ഒരു ക്രിസ്ത്യൻ യുവതിയായിരുന്നു. ക്രിസ്ത്യൻ യുവതിയായ സ്ത്രീ വിവാഹത്തോടു കൂടി മതം മാറി ഇസ്ലാം മതത്തിലേക്ക് എത്തുകയാണ്. ഇസ്ലാം മതത്തിലെത്തി അങ്ങനെ ഈ കുട്ടി ഉണ്ടാകുന്നു. ഈ കുട്ടിക്ക് ഇപ്പോൾ 15 വയസ്സാണ് പ്രായം. പന്തളം സ്വദേശിയായിട്ടുള്ള യുവാവിനെയാണ് വിവാഹം കഴിച്ച് ഇങ്ങനെ മുസ്ലിം മതവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. യുവതിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു വെമ്പായം സ്വദേശിയുണ്ട്. ആ വെമ്പായം സ്വദേശി എത്തുന്നതോടുകൂടിയാണ് ഈ കാര്യങ്ങളുടെ കഥ അത് വല്ലാതെ മാറുന്നത്. ഇയാളാണ് ISൽ ചേരണമെന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള പ്രേരണ നൽകുന്നത്. ഈ യുവതിയുടെ ഭർത്താവിന് ഇതിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ഇതിനെ പൂർണ്ണമായും എതിർക്കുന്നുണ്ട് എപ്പോഴും. പക്ഷേ ഈ യുവതി ഈ സുഹൃത്തായിട്ടുള്ള അൻസാറിന്റെ വാക്കുകൾക്ക് പിന്നാലെ പോവുകയായിരുന്നു. സ്വന്തം മകനെ പ്രേരിപ്പിക്കുന്നു. ഈ അൻസാർ UK-യിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ മകനെ ISൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന വീഡിയോകൾ കണ്ട് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുക, മാത്രമല്ല മറ്റു പലപ്പോഴും പലയിടങ്ങളിലും കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതോടുകൂടി ഈ 15-കാരൻ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് മാറുകയായിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ തുടർച്ചയായി കാട്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു. തീവ്ര മതനിഷ്ഠകൾ അത് പാലിക്കണമെന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം. എങ്ങനെയാണ് ഇയാൾ UK-യിലെത്തിയത്? UK-യിൽ ലെയ്സെസ്റ്ററിലുള്ള ഇവരുടെ വീട്ടിൽ താമസിക്കാൻ ഇയാൾക്ക് അവസരം നൽകണമെന്നുള്ളതായിരുന്നു. അൻസറിന്റെ സഹോദരൻ വഴിയാണ് ഇയാൾ അവിടെ എത്തുന്നത്. അങ്ങനെ അൻസർ ഈ വീട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെ അയാളുടെ സ്വാധീനം ആ കുട്ടിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. ആ യുവതിയിലും ആ സ്വാധീനം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ വിഷയത്തിൽ അമ്മയും അച്ഛനും തമ്മിൽ അകലുകയാണ്. അവർ അകന്നു പോകുന്നു. കാരണം അച്ഛന് താല്പര്യമില്ല ഇത്രയും തീവ്രമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുള്ളത്. അതിൽ വേഷത്തിലാകട്ടെ, ഈവൻ നമ്മുടെ രോമങ്ങൾ വളർത്തുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അത്രയും തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ള ഇൻജക്ഷൻ ആയിരുന്നു ആ കുട്ടിക്ക് നൽകിയിരുന്നത്. അത് താല്പര്യപ്പെട്ടു ആ കുട്ടിയുടെ അമ്മയും. അങ്ങനെ കുട്ടിയുടെ അമ്മയും പറഞ്ഞു, നീയും പോണം സിറിയയിലേക്ക് എന്ന്. എന്തിനാ? IS ഭീകരവാദിയായി മാറാൻ. അങ്ങനെ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുകയാണ്. ഇതിനിടയിലാണ് ഈ പെൺകുട്ടിയും ഇവരുടെ ഭർത്താവും തമ്മിൽ പിരിയുന്നത്. അങ്ങനെ ഈ 15 വയസ്സുകാരനെ നാട്ടിലെത്തിക്കുന്നു. നാട്ടിൽ ഇവിടെ ഒരു അനാഥാലയത്തിൽ താമസിപ്പിക്കുകയാണ്. ആറ്റിങ്ങൽ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു അനാഥാലയത്തിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ പ്രവർത്തികൾ, ഈ കുട്ടിയുടെ രീതികളൊക്കെ കണ്ടപ്പോൾ അതിൽ സംശയം തോന്നി. കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ചുരുള് പുറത്തു വന്നത്. എന്നാലും കുട്ടിയെ ഇപ്പോൾ പിതാവിൻ്റെ സംരക്ഷണതയിലേക്ക് വിട്ടിരിക്കുന്നു. ഈ യുവതി, ഈ പെൺകുട്ടി, അതായത് ഈ 15 വയസ്സുകാരൻ്റെ അമ്മ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അൻസാറിൻ്റെ സഹോദരനൊപ്പമാണ്. അദ്ദേഹത്തെ വിവാഹം ചെയ്തു എന്നുള്ളതാണ് വിവരം. എന്താണെങ്കിലും UAP ചുമത്തി കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ NIA-യും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഉടൻ തന്നെ ഇതിൽ ഒരു വ്യക്തതയുണ്ടാകും. ഇതിലൊരു ലിങ്ക് ഉണ്ടോ എന്നുള്ളതാണ് കാത്തിരുന്നറിയേണ്ടത്.